അമ്മേ, ഞാൻ മറ്റൊരു ചോദ്യം അമ്മയോട് ചോദിക്കുന്നു. അമ്മ പറഞ്ഞു അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു. നമുക്കിവിടെ വധശിക്ഷ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതാണ്. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ജയിലിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല അങ്ങോട്ട് കയറുമ്പോൾ കണ്ട ഒരു ഗോവിന്ദച്ചാമി അല്ല ഇന്ന് കാണുന്ന നല്ല കൊഴുത്ത് തടിച്ച് നല്ല സുന്ദരനായ ഒരു ഗോവിന്ദച്ചാമിയാണ്. എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് അമ്മ അവന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ അവന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൂക്കുകയർ തന്നെയാണ്. പക്ഷെ എൻ്റെ കുട്ടീനെ അവന് ഇപ്പം സത്യം ഞാൻ കുറച്ച് മുന്നേ ആ ഒരു വക്കീൽ എന്തോ പറഞ്ഞു എൻ്റെ മുകളിലെ പല്ല് കൊഴിഞ്ഞ കാര്യം. സത്യത്തിൽ ഞാൻ അതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാനതെല്ലാം കേൾക്കുന്നത്. അങ്ങനെല്ലാം ചെയ്ത ഈ ഗോവിന്ദച്ചാമീന് ഇതേപോലെ തന്നെ അവൻ മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോൾ അവൻ എന്തെല്ലാം ചെയ്തോ, അവളുടെ ജീവൻ നഷ്ടപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം അവന് അവൻ മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആ അമ്മയെ ആരും അറിയിച്ചിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തർ പറയുമ്പോഴാണ് മകൾ എത്രമാത്രം വേദന അനുഭവിച്ച് ദാരുണമായാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഈ പറയുന്ന പോലെ ഒരു വളരെ മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ക്രൂരനായ ഒരു പ്രതിക്കും വേണമെങ്കിൽ വളരെ ഭംഗിയായി അവന് വളരെ ലഘുവായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. അതായത് ഏറ്റവും നല്ലൊരു അഡ്വക്കേറ്റ് വിചാരിച്ചാൽ. അതാണ് അഡ്വക്കേറ്റിന്റെ മിടുക്ക്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുമ്പിൽ വരുന്നവൻ ഏത് തരത്തിലുള്ള എനിക്ക് നോക്കേണ്ട കാര്യമില്ല, എന്നെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരകൾ എപ്പോഴും ഇരകളായിക്കൊണ്ടിരിക്കുകയും പ്രതികൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നിയമം പോകുന്നു എന്ന് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വിചാരിക്കുന്നില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം, ഞാനും നേരിട്ട് അന്വേഷിച്ച ഒരു കാര്യമല്ല, എങ്കിലും ചർച്ചകളിൽ കൂടി വന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ എല്ലാവരും മറന്ന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യത്തിലെ ഒരു വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഡോക്ടർ ഉന്മേഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അവിടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. അദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന്. നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹത്തിൻ്റെ അവകാശവാദം അതാണ്. അദ്ദേഹത്തിനെ പ്രോസിക്യൂഷൻ വിസ്തരിക്കാതെ വിട്ടപ്പോൾ പ്രതിഭാഗം അദ്ദേഹത്തിനെ ഡിഫൻസ് സാക്ഷിയായിട്ട് ഹാജരാക്കി. അതിന് വിരുദ്ധമായിട്ട് ഷേർലി വാസു എന്ന് പറയുന്ന സീനിയർ ഡോക്ടർ പറയുന്നു അവരാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ പാളിച്ചകൾ ഇതിനകത്തുണ്ടായിട്ടില്ലേ? ഒരുപക്ഷെ ആ പാളിച്ചകളാണോ താങ്കളെപ്പോലുള്ളവർക്ക് ഒരു പോസിറ്റീവായിട്ട് ഈ കേസിന് വിധി ഉണ്ടായത്? പോസിറ്റീവായി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിറ്റി ഉള്ള ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റാണ് ഒരു പ്രതി കുറ്റം ചെയ്ത് തെളിയിക്കാനായിട്ട് ആദ്യമായി ഉപയോഗിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഡോക്ടർ. പിന്നെ അത് കഴിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ റേപ്പ് ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സാണ് ആദ്യം ഉപയോഗിക്കുക. ഇവിടെ ശക്തമായിട്ട് ഡോക്ടർ ഉന്മേഷ് പ്രോസിക്യൂഷൻ സാക്ഷിയാകേണ്ടതായിരുന്നു. ഇന്ന് ഉന്മേഷിനെ പ്രോസിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ഇത് ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഞാൻ ചെയ്ത ഡ്യൂട്ടി എന്താണ് എന്ന് കോടതിയിൽ പോയി പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഡോക്ടർ ഉന്മേഷാണ് ഇവിടെ 64-ാം സാക്ഷിയായി വന്നിരുന്നുവെങ്കിൽ ഇതിന് വേറെ ഒരു മുഖമായിരിക്കും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ പലരും പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ സാക്ഷിയായതുകൊണ്ടാണ് ഈ കേസിൽ ശിക്ഷ ലഭിച്ചത്. ഇത് പലരുടെയും ഒരു അവകാശവാദമാണ്. അതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. സാർ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. സോഷ്യൽ മീഡിയയിലെല്ലാം വായിച്ച ഒരു കാര്യമാണ്, ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കുന്ന, അതും വളരെ ഉന്നതനായ വളരെ വില കൂടിയ ഒരു വക്കീലായ, വളരെ വലിയ ഫീസ് വാങ്ങിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് താങ്കൾ. പക്ഷേ വെറും ഭിക്ഷക്കാരനായി ജീവിതം നയിച്ചു പോന്നിരുന്ന ഗോവിന്ദച്ചാമി എങ്ങനെ താങ്കളെ പോലൊരു വക്കീലിന് മുതലാകും എന്ന് നമുക്കൊരു ചോദ്യം. പക്ഷേ അയാളുടെ കേസ് ആരാണ് നടത്തുന്നതെന്ന് ഞാൻ വ്യക്തമാക്കില്ല എന്ന് സാർ പറഞ്ഞതായിട്ട് ചില സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത് സത്യമാണ്? സാർ ഫ്രീ ആയിട്ടാണോ വാദിക്കുന്നത്? ഫ്രീ ആയിട്ടല്ല, ഗോവിന്ദച്ചാമിക്ക് വേണ്ടി തീർച്ചയായിട്ടും അല്ല. ഒരാൾ എന്നെ കേസ് ഏൽപ്പിക്കുന്നു. ആ കേസ് ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് കുറേ താല്പര്യങ്ങളുണ്ടായിരിക്കും.
ആര് എന്നെ കേസ് ഏൽപ്പിക്കുന്നു? ഇന്ന് ഞാനൊരു കേസെടുത്ത് ഞാൻ കേസിനെ കുറിച്ച് പറയുന്നു. സാറിന് ആരാണ് ഈ കേസ് ഏൽപ്പിച്ചത് സാർ പറയില്ല. ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല? അതൊരു പക്ഷെ അയാൾക്ക് ദോഷം ചെയ്യും. അയാൾക്ക് ദോഷം ഉണ്ടാകും എന്ന് സാർ പറയുന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ് അല്ലേ? ശക്തിയല്ല, ഒരാൾ കേസ് ഏൽപ്പിക്കുമ്പോൾ ആ കേസ് പൂർണ്ണമായി നടത്തണം. അതിൽ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ആ കേസ് ഏറ്റെടുക്കാൻ പാടുള്ളൂ. സാർ ഇതിൽ ന്യായം എവിടെയെങ്കിലും സാറിന് പ്രൊഫഷണലി ഉള്ള ഒരു ന്യായം ഉണ്ടെങ്കിൽ സാറിന് ആരാണ് സാറിന് കേസ് ഏൽപ്പിച്ചെന്ന് പറയാനുള്ള ഇതാണ്, ഒരാൾ കേസ് ഏൽപ്പിക്കുമ്പോൾ അത് എടുക്കാനുള്ള സമയമുണ്ടോ, അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കോ, ഇടയ്ക്ക് വെച്ച് വിട്ടുപോകേണ്ടി വരുമോ? അങ്ങനെ തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു അഭിഭാഷകൻ കേസ് എടുക്കുകയുള്ളൂ. ഈ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ പാർട്ടി തയ്യാറല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. സാർ മുമ്പ് കേസ് വാദിച്ചത് ബണ്ടിച്ചോറിന് വേണ്ടിയാണ്. ഇപ്പൊ അമിതാഭ് ബച്ചനെതിരെ കേസ് നടത്തിയ വക്കീലാണ് ഞാൻ. അംബാനിക്കെതിരെ കേസ് നടത്തിയ വക്കീലാണ്. അതും എന്നെ ഏൽപ്പിച്ച പത്രപ്രവർത്തകനാണ്. അതിപ്പോ പത്രപ്രവർത്തകരാന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് താരതമ്യമല്ല. ആ ഒരു വ്യക്തി എന്നെ കേസ് ഏൽപ്പിക്കുന്നു, ആ കേസ് ഏൽപ്പിക്കുന്നത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വക്കീൽ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്കൊരു കേസ് ഉണ്ടെങ്കിൽ ഞാൻ സാറിന്റെ അടുത്ത് വരില്ല, കാരണം എനിക്ക് സാറിന് മുതലാവില്ല. പക്ഷേ ഒരു ഭിക്ഷക്കാരനായ ഒരാൾക്ക് സാറിന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു ചങ്കൂറ്റം അത് അപാരമാണ്. സാർ എന്താ പറയാനുള്ളത് പറയും. ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ ഈസിയായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രതി. സൂക്ഷ്മമായിട്ടതിൻ്റെ അർത്ഥം എന്താണ്? കോടതി തലമുടി നാരയുടെ ചിക്കി നോക്കി സംശയത്തിന് അതീതമായിട്ട് കുറ്റം ചെയ്തു എന്ന് ബോധ്യം വന്നാലേ ഞാൻ കുറ്റവാളിയാവുന്നുള്ളൂ. അതുവരെ ഞാൻ ജസ്റ്റ് അക്യൂസ്ഡാണ്. നിയമത്തിനെ കുറിച്ചുള്ള ഒരു ലെവൽ, ഒരു വളരെ താഴ്ന്ന അവബോധമെങ്കിലും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വേണമെന്നാണ്. എൻ്റെ പേര് സഞ്ജയ്. ആദ്യം ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താറിയോ, നിങ്ങളെല്ലാം ഇത് നിയമപരമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾ വളരെ സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾക്ക് ഈ പറയുന്ന മാതിരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധങ്ങൾ, ഞങ്ങളുടെ വികാരങ്ങൾ, ഞങ്ങളുടെ വേദന ഒക്കെ ഇല്ലേ, നമുക്ക് ഇല്ലേ? അപ്പൊ ഞങ്ങൾ ആ ലെവലിൽ ഞങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അങ്ങനെ കാണാൻ പറ്റില്ല. വികാരങ്ങളാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ? അത് നിങ്ങൾ നിയമസ്ഥർക്ക് വികാരങ്ങളല്ല. വികാരമാണോ ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത്? അല്ല, ഞങ്ങളുടെ ജെനുവിനായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. മാഡം തന്നെ പറഞ്ഞു പ്രാകൃതമായിട്ടുള്ള ശിക്ഷാ രീതിയാണ് തൂക്ക്. ഞാനല്ല പറഞ്ഞത്, സൗമ്യയുടെ അമ്മയല്ല, ഒലീന മാഡമാണ് പറഞ്ഞത്. തൂക്ക് വധശിക്ഷ പോലും വളരെ പ്രാചീനമായിട്ടുള്ളതാണ്. ദെൻ റിട്രിബ്യൂട്ടീവ് തിയറി ഞങ്ങൾ പഠിക്കും. ബാക്കിയുള്ള പണിഷ്മെന്റ് തിയറി പഠിക്കാം. ഐ ഫോർ ആൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത്. അടിച്ചാൽ തിരിച്ചടിക്കുക, കൊന്നാൽ തിരിച്ചുകൊള്ളുക. അങ്ങനത്തെ നീതിന്യായ വ്യവസ്ഥയാണോ മാഡം പറയുന്നത് ഇവിടെ വേണമെന്നുള്ളത്? മാം ഇപ്പോൾ പറഞ്ഞു വികാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ബാക്കിയുള്ള ആ കമ്പാർട്ട്മെന്റിലുള്ള ആള് ഈ സൗമ്യ എന്ന് പറയുന്ന അവർ കരയുന്നത് കേട്ടു എന്ന് പറയുന്നത്. ആ കരയുന്നത് കേട്ടിട്ട് ചെയിൻ വലിക്കാൻ പോയപ്പോൾ ആരോ തടഞ്ഞു വന്നു. ആ ആളുടെ വാക്ക് കേൾക്കാതെ ആ ചെയിൻ വലിച്ചു നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ ഇവിടെ മാം പറഞ്ഞു ഇവിടെ കേരള മനസാക്ഷി. എന്ത് മനസാക്ഷിയാണ്? സ്വന്തം മകളായിരുന്നു, ആ കമ്പാർട്ട്മെന്റിലുള്ള ഒരാളുടെ മകളായിരുന്നു അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഇരുന്നിരുന്നെങ്കിൽ ആ ചെയിൻ വലിക്കില്ലായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് ആ മൂന്നാമത്തെ പേഴ്സൺ, ആ തേർഡ് പേഴ്സൺ, അത് ആരാണ്? ദാറ്റ് വാസ് ആൻ ഇമാജിനറി പേഴ്സൺ. ആ പേഴ്സൺ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരൊറ്റ ലൂപ്പ് ഹോളിന്റെ പേരിലാണ് ആളൂർ സാറിനെ പോലുള്ള ആൾക്കാർ ആ പെൺകുട്ടി അവിടുന്ന് ചാടി എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് പറയാൻ? അതിന് ഒരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ 4ാം സാക്ഷിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. 500 രൂപ പിഴ എന്നാണ് ചെയിൻ വലിച്ചാലുള്ള ശിക്ഷ. 500 രൂപയോളം വില മതിക്കാത്തതാണ് സൗമ്യയുടെ ജീവൻ കണക്കാക്കിയത് കൊണ്ടാണോ നിങ്ങൾ ട്രെയിനിൻ്റെ ചെയിൻ വലിക്കാതിരുന്നത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു സാക്ഷിയോട്. പക്ഷേ സാക്ഷി പറഞ്ഞ ഉത്തരം അതല്ല, ആളുകൾ സമ്മതിച്ചില്ല. അത് വളരെ ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു 500 രൂപയുടെ വില പോലും ഇല്ലേ ഒരു പെൺകുട്ടിയുടെ ദീനരോധനത്തിന്? ഇപ്പോഴും നമ്മൾ ഈ കേസുകളും നിരന്തരമായി കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമൂഹം ഒരു തരത്തിലും സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവർ തയ്യാറല്ല. അയൽവക്കത്തെ വീട്ടിൽ നിന്നൊരു കരച്ചിൽ കേട്ടാൽ അവിടെ ഓടിച്ചെന്ന് എന്താ സംഭവിച്ചതെന്ന് നോക്കാതെ അവനവൻ്റെ വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന ഒരു സമൂഹമാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ എവിഡൻസ് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകണ്ടേ, നമ്മളങ്ങ് മാറി നിന്നേക്കാം. ഇതൊരു വലിയ ഒരു നമ്മൾ മാറ്റം വരേണ്ട ഒന്നാണ്. സമൂഹത്തിലെ വലിയൊരു മാറ്റം ഇന്ന് വരണം. അത് വരണമെങ്കിൽ ആ സാമൂഹ്യ പ്രതിബദ്ധത ഈ കരച്ചിലൂടെയും അല്ലെങ്കിൽ വികാര പ്രകടനത്തിലൂടെയും ഒക്കെ മാത്രമല്ലാതെ അത്
വളരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴത് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. സിബി സാർ, ഈ സാക്ഷികൾ ധൈര്യത്തോടു കൂടെ മുമ്പോട്ട് വരാത്തത് അവരെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭയന്നിട്ട് തന്നെയല്ലേ? അല്ല പിന്നെ എനിക്ക് തോന്നുന്നത് മെനക്കേടാണെന്ന് വിചാരിച്ചിട്ട് അല്ലല്ല അങ്ങനല്ല. ഒരു കുറ്റാന്വേഷകൻ്റെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ചുമതലയാണ് ഈ കേസിൽ തെളിവുകൾ നൽകുവാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ എല്ലാവരെയും കോടതിയിൽ എത്തിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ അവർ വേണ്ടതുപോലെ പരിശ്രമിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരാളെ മിസ്സിങ് എന്ന് പറഞ്ഞല്ലോ, ഒരു പ്രധാനപ്പെട്ട ഒരാൾ മിസ്സിങ് ആയിപ്പോയി ഈ കേസിൽ. അതുകൊണ്ടാണോ സാക്ഷി അദൃശ്യനായി പോയത്? അല്ല, അദൃശ്യനല്ല, ആളെ കണ്ടുപിടിക്കുന്നതിൽ പ്രോസിക്യൂഷന് എന്തുകൊണ്ടോ വീഴ്ച വന്നു. എങ്ങനെയാണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. ഒരു പരിധി വരെ സിബി സാർ, ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു ഈ ജീവപര്യന്തം ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ. ഈ വധശിക്ഷ എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് തീരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഇതിലങ്ങ് കിട്ടണം. ഈ കേസ് വിധി പറഞ്ഞ് ഇന്നെങ്കിൽ ഇന്ന് അവനെ കൊന്നാൽ സമൂഹത്തിനൊന്നാകെ ഒരുത്തന് വധശിക്ഷ കിട്ടിയല്ലോ, അല്ലെങ്കിൽ നാളെ ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് കിട്ടാൻ പോകുന്നത് വധശിക്ഷയാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല. പക്ഷെ ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഈ ജയിലിലുള്ള സുഖജീവിതവും കൂടി കണക്കെടുത്താണ് ജനങ്ങൾ ജീവപര്യന്തം പോരാ 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 എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജയിലിനകത്ത് ഇട്ട് എല്ലാവരും പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ പൊതുജനത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പൊതുജനത്തിന് എല്ലാവർക്കും മനസ്സിലായി, മീഡിയ വഴിയും അല്ലാതെ മറ്റു പല രീതിയിലും മനസ്സിലായി, സുഖജീവിതമാണ് ജയിലിലെന്ന്. സർക്കാരിൻ്റെ കാശ് കളഞ്ഞ് എന്തിനാണ് സാർ ഇങ്ങനെയുള്ള കുറ്റവാളികളെ തീറ്റിപ്പോറ്റി ഇങ്ങനെ കൊഴുപ്പിക്കുന്നത്? അല്ല, അത് ഒരു പരിധി വരെ ഇപ്പോൾ ജയിലിനെ സംബന്ധിച്ച് പല സിനിമകളൊക്കെ വന്നു. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജയിലെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, അവിടെ യാതൊരു ഒന്നിൻ്റെയും കുറവില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. നമുക്ക് ഒരു പാളിച്ച എവിടെയോ പറ്റിയിട്ടുണ്ട്. ജയിലിൽ മറ്റു ചില രാജ്യങ്ങളിലെ എനിക്കറിയാം, ജയിലിൽ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പരോൾ അല്ലെങ്കിൽ അവധി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ അത്ര എളുപ്പമല്ല. ജയിൽ ഒരു ശിക്ഷയാണോ? ഇന്ന് ജയിൽ ജീവിതം ഒരു ശിക്ഷയാണോ? അല്ല. അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് പലപ്പോഴും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അത് മാറേണ്ടതാണ്. മനുഷ്യാവകാശ പ്രവർത്തകരാണ് അങ്ങനെ ആക്കിയെടുത്തത് എന്നുള്ളത് ഒരു സത്യമാണ്. ആളൂർ സാർ, സാറ് നേരത്തെ പറഞ്ഞു കോടതിയുടെ മുമ്പിൽ ജഡ്ജിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഫാക്റ്റ് അല്ല എവിഡൻസ് ആണ് പ്രധാനം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തൃശ്ശൂർ കോടതിയിലും ഹൈക്കോടതിയിലും വിധി വന്ന ഒരു കേസ് ഇതേ എവിഡൻസ് വെച്ച് തന്നെയാണ് ഇവിടെ വിധി വന്നത്. അങ്ങനെയെങ്കിൽ അവിടെ എവിഡൻസ് വളച്ചൊടിക്കപ്പെട്ടില്ലേ എന്നൊരു സംശയമില്ലേ? എവിഡൻസ് വളച്ചൊടിച്ചത് ട്രയൽ ലെവലിലാണ്. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുക്കുന്നത്. ഒന്ന്, ലാസ്റ്റ് സീൻ തിയറി. ഇത് ക്രിമിനൽ നടപടിക്രമത്തിലെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. ലാസ്റ്റ് സീൻ അത് പ്രതിയും അല്ലെങ്കിൽ ഇരയും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് പോയി എന്ന് കോടതിയിൽ തെളിവുണ്ടാക്കുക. ഞാൻ വായിച്ചറിഞ്ഞ ഒരു കേസിൽ, ബംഗാളിൽ വെച്ച് നടന്ന കേസാണ്. ഒരാൾ ചൂണ്ടയിടാനിരിക്കുന്നു, ഒരു പെൺകുട്ടി അതിലൂടെ കടന്നു പോകുന്നു. 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മുറിയിൽ കയറുന്നു, പിന്നിലൂടെ പ്രതി പോകുന്നു, ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് തിരിച്ചു പോകുന്നു. ഈ കുട്ടി അവിടെ പോയത് കണ്ടവരുണ്ട്, പ്രതി അവിടെ പോയത് കണ്ടവരുണ്ട്. പക്ഷെ പ്രതിയും കുട്ടിയും ഒരുമിച്ച് പോയി കണ്ടതില്ല. അത് സുപ്രീം കോടതി ഈ പ്രതിയെ വെറുതെ വിടുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതാണ്, തെളിവുകളുണ്ട്, സയൻറ്റിഫിക് തെളിവുകളുണ്ട്. പക്ഷേ ഇതാണ് നിയമം എന്ന് പറയുന്നത്. ലാസ്റ്റ് സീൻ ടുഗദർ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണണം. അവിടെയാണ് ഈ കേസിൽ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആയി. ഒരു മിനിറ്റ്, വെളിപ്പാടകലെ നടന്ന സംഭവമാണ്. ലാസ്റ്റ് തിയറിയാണ് ഞാനിവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്നെ പറയാൻ അനുവദിക്കും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മുള്ളൂർക്കര വരെ സൗമ്യ സഞ്ചരിച്ചിരുന്നു. മുള്ളൂർക്കരയ്ക്ക് ശേഷം സൗമ്യ ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സാക്ഷിക്കും അറിയില്ല. മുള്ളൂർക്കരയ്ക്ക് ശേഷം ഗോവിന്ദസ്വാമി ട്രെയിനിൽ കയറി എന്ന് സാക്ഷികൾ പറയുന്നു.
അപ്പോൾ അവിടെ സൗമ്യ ഉണ്ടായിരുന്നോ ഇല്ലയോ, ഇതാണ് കോടതിയുടെ മുന്നിലെ ചോദ്യം. പിന്നെ സൗമ്യ സ്ഥിരമായിട്ട് ഈ കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിക്കാറാണ്. ഞാൻ സൗമ്യയുടെ അമ്മയോട് വളരെ വേദനാജനകമായി ചോദ്യം ചോദിച്ചിരുന്നു. എന്നും യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വടക്കാഞ്ചേരി കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ ആരും ഉണ്ടാകാറില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ സൗമ്യ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയില്ല? ചോദ്യം പ്രസക്തമാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് റെയിൽവേയുടെ സംരക്ഷണം. ആ സംരക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ സംഭവം ഇവിടെ നടന്നത്. അമ്മ ഇപ്പൊ ആളൂർ സാർ പറഞ്ഞത് അമ്മ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സൗമ്യ നിരന്തരം യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ആരും ഉണ്ടാകാറില്ല എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്നു എന്ന് സാർ ചോദിച്ചു എന്ന് പറയുന്നു. അമ്മയുടെ മറുപടി എന്തായിരുന്നു അതിന്? അവിടെ എല്ലാ ദിവസവും ഈ പാസഞ്ചർ തന്നെയാണ് വരുന്നത്. അവർ ലേഡീസ് തന്നെയാണ് കയറാറ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്ത്രീകൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവാറുണ്ട്. അവൾ സാധാരണ തൃശ്ശൂരോ വടക്കാഞ്ചേരിയോ വന്നിട്ട് അവൾ ജനറലിലേക്ക് മാറി കയറാറാണ് പതിവ്. അന്ന് ഒരു ഫാമിലി ആ ട്രെയിനിലുണ്ടായിരുന്നു. അവർ സാധാരണ ഈ ട്രെയിൻ 9:30 എല്ലാം ആവും ഷൊർണൂർ എത്തുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് 9:10 മണിയെല്ലാം ആ ട്രെയിൻ അവിടെ ശരിക്കും അവിടെ എത്താൻ. കാരണം ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാം. അപ്പം അന്ന് ആ അവർ ആറ്റൂർ ഇറങ്ങേണ്ട, മുള്ളൂർക്കര ആറ്റൂരാണ് അവരുടെ വീട്. അപ്പോൾ അവർക്ക് അവിടെയാണ് എളുപ്പം. അവർ ഫാമിലി അടക്കമാണ്. കാരണം അവർ എറണാകുളത്ത് നിന്ന് ഒരുമിച്ച് കയറിയവരാണ്. ഈ സൗമ്യയുടെ കൂടെ അവർ ഇരിപ്പുണ്ടായിരുന്നു. സൗമ്യ ഞാൻ അവളോട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അവളെ, മോളെ എവിടെ എത്തി, അമ്മയോട് പറഞ്ഞിരുന്നു ഷൊർണൂരേക്ക് അവിടുന്ന് ആളില്ല വെച്ചിട്ടുണ്ടെങ്കിൽ മോള് ജനറലിൽ കയറണം കേട്ടോ, തൃശ്ശൂരിന്നോ വടക്കാഞ്ചേരിന്നോ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി തന്നെ എന്നോട് പറഞ്ഞു. കാരണം അവർ കുട്ടികളും മക്കളും കുടുംബവും എല്ലാവരുമാണ്. അവർ ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ മാറി കയറുള്ളൂ. അവർ ഷൊർണൂർ ഇറങ്ങി അത് നേരെ വഴിയെ ഈ ട്രെയിൻ ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ട് വേണം അവർക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ. പക്ഷേ അന്ന് ആ ട്രെയിൻ 8:30 മണിക്ക് മുള്ളൂർക്കര എത്തി. അപ്പോൾ അവർക്കത് അവളവിടെ അതുകൊണ്ട് വടക്കാഞ്ചേരിയിലോ തൃശ്ശൂർ എത്തിയപ്പോൾ അവൾ മാറി കയറിയില്ല. കാരണം ഒരു ഫാമിലി ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു ധൈര്യത്തിലാണ് അവളത് ചെയ്തത്. പക്ഷെ മുള്ളൂർക്കര ആ ട്രെയിൻ അന്ന് നേരത്തെ എത്തിയ കാരണം കൊണ്ട് അവർക്ക് അതാണ് എളുപ്പമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവളുടെ അടുത്ത്, മോളെ നീ വേഗം ജനറൽ കയറുന്നു. പക്ഷേ ആ ഈ പാസഞ്ചർ മുള്ളൂർക്കര നിർത്തുന്നത് 1 മിനിറ്റാണ്. അപ്പോൾ അവൾ അവിടുന്ന് ഓടി കയറി വന്നത് വീണ്ടും ട്രെയിൻ അളകുകയും ആയിരിക്കണം. അത് കാരണം കൊണ്ടാണ് അവൾ അതിൽ ഓടി കയറി ലേഡീസ് തന്നെ കയറിപ്പോയത്. ഇത് തന്നെയാണോ അവർ അന്ന് അവിടെ തന്ന മറുപടി? തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഒരു വനിതാ കമ്മീഷൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് നമ്മൾ സൗമ്യയുടെ കേസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സംരക്ഷണം ഉണ്ടാകണം എന്ന് വളരെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ അത് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും വേണ്ടത്ര ഒരു ഗൗരവത്തോടു കൂടി ഈ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല. മറ്റൊരു വിമർശനം നിരന്തരം കേൾക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ മാത്രം വനിതാ കമ്മീഷൻ വളരെ എന്താ പറയുക ജാഗരൂകരായി സംസാരിക്കുകയും ആ കേസ് കഴിയുമ്പോൾ വീണ്ടും പഴയപടി തണുത്ത് വിറങ്ങലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇത്തരം ഇപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്ന കേസ് തന്നെ ഒരു ബലാത്സംഗം നടന്നു എന്നുള്ളത് വളരെ ചെറുതായി കാണുകയും കൊലപാതകമാണ് ഏറ്റവും വലുത് എന്ന രീതിയിലേക്കും ഇത്തരം കാര്യങ്ങൾ പോകുമ്പോൾ അതിനുവേണ്ടി വനിതാ കമ്മീഷൻ എന്ത് നടപടിയാണ് എടുക്കുന്നത്? നമ്മളത് ജയസ് വർമ്മ കമ്മീഷൻ വന്ന കാലത്ത് തന്നെ ജയസ് വർമ്മ കമ്മീഷന് തന്നെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്, ഒരു സ്ത്രീയുടെ മാനം കവർന്നെടുക്കുന്നതും ആ സ്ത്രീയെ കൊലപ്പെടുത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇതിനൊക്കെ തക്കതായ ശിക്ഷകൾ പുനരാലോചന നടത്തേണ്ടത്. അപ്പോഴാണ് ഈ 7 വർഷം എന്നുള്ളത് അതിനുശേഷം വന്നത്. അത് പാടില്ല. ഈ ഒരു ബലാത്സംഗമാണെങ്കിലും ഒരു സ്ത്രീയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുന്ന, മൃതശരീരത്തോട് പോലും ബലാത്സംഗം ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഒരു വനിതാ കമ്മീഷനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ ഒരു റെക്കമെൻഡിങ് ബോഡിയാണ്. വനിതാ കമ്മീഷന് ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ ആലോചിച്ച കാര്യങ്ങളാണ്.
അതൊരു റെക്കമെൻഡേഷൻ, അതിൻ്റെ ആക്റ്റിൽ തന്നെ ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യാനുള്ള ഒരു ബോഡി എന്നതിലുപരി ആക്ഷൻ എടുക്കാനുള്ള അധികാരം വനിതാ കമ്മീഷനില്ല. ഞാനിത് തുറന്നു പറയാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നതിലും പറയല്ല. കാരണം ഇന്ന് ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ ഈ കമ്മീഷൻ ഒരുപാട് അധികാരങ്ങൾ ഉണ്ട് എന്ന ധാരണയിൽ കമ്മീഷനിലേക്ക് നിരന്തരമായി വരികയും അത് കുറേയൊക്കെ പാവപ്പെട്ടവർ ഈ കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കമ്മീഷന് ശുപാർശകൾ കൊടുക്കാം. ഞാൻ സൂചിപ്പിച്ചത് ഈ റെക്കമെൻഡേഷനേ പറ്റൂ. നമുക്ക് യാതൊന്നും കോൺക്രീറ്റായിട്ട് ഒരു ശിക്ഷ വിധിക്കാനോ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരെ നടപടിക്രമം, നമ്മുടെ സൗമ്യയുടെ വധക്കേസിൽ തന്നെ ഏതോ ഒരു വക്കീൽ പറഞ്ഞു വനിതാ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ, അതിനുള്ള അധികാരം വനിതാ കമ്മീഷനില്ല. വനിതാ കമ്മീഷന് സെമിനാർ നടത്താനും വർക്ക്ഷോപ്പ് നടത്താനും സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ് നടത്താനും ഒക്കെയുള്ള അധികാരം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. സാറ് നേരത്തെ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു, ബംഗാൾ കേസ്. സൗമ്യയ്ക്കും ഇങ്ങനെയാണോ, ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ നീതി കിട്ടാതെ പോയത്? സൗമ്യ പീഡിപ്പിച്ചിട്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്ന, സൗമ്യ കിടക്കുന്നതും ഇയാൾ ഇവിടെ നിൽക്കുന്നതും ആരും കാണാത്തത് കൊണ്ടാണോ നീതി കിട്ടാത്തത് എന്ന് സാറൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അല്ല, ഇത് ലാസ്റ്റ് സീൻ തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ലാസ്റ്റ് സീൻ തിയറിയില്ലാത്ത ഈ ക്യാബിനില്ലാത്ത രണ്ടുപേരും ഉണ്ടെന്നുണ്ട്. ഈ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഒരു മാറ്റം വരേണ്ട സമയമാണ്. കാരണം നമുക്കൊരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വിക്ടിം ജസ്റ്റിസ് സിസ്റ്റം അതിനകത്ത് കാണുന്നില്ല. ഇവിടെ നമ്മൾ പോലീസ് ഒരാളെ സംശയത്തിന്റെ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള സ്ഥിരീകരണത്തിൽ ഒരു അക്യൂസഡ് എന്ന നിലയിൽ ഒരാളെ കൊണ്ട് എന്ന് കഴിഞ്ഞാൽ അയാളല്ല തെറ്റ് ചെയ്തെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ബാധ്യത അയാളിൽ നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യം വരണം. എങ്കിൽ മാത്രമേ ഈ പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെടാതെ പോകാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്താ പറയാനുള്ളത് പറയും സാർ? നമ്മളിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെക്കാളയുടെ കാലത്തുണ്ടാക്കിയ നിയമങ്ങളാണ്. നമ്മുടെ നിയമങ്ങൾ കാലാധിഷ്ഠിതമായിട്ട് അതിൽ യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല, അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള മാറ്റവും വരുത്തുന്നില്ല സാർ. നമ്മൾ നോക്കുക വെച്ചാൽ നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത അതിൽ എന്താ പറയുക, ശിക്ഷിക്കപ്പെടാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ കൂടെ അതിൽ പഴുതുകളുണ്ട്. അതായത് ഒരു കുറ്റവാളിക്ക് അതിലൂടെ പഴുതുകളിലൂടെ പുറത്തോട്ട് വരാനുള്ള സംവിധാനം നമ്മുടെ നിയമത്തിലുണ്ട്. ഞാൻ സാധാരണ ഒരു പെൺകുട്ടി എന്ന നിലയിൽ സംസാരിച്ചോട്ടെ. ഈ സൗമ്യയിലൂടെ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. ഇന്ന് സൗമ്യ ആണെങ്കിൽ നാളെ ഞാനാണ്. അതുപോലെ ഒരുപാട് പേരെ നമ്മൾ കണ്ടത്. ജിഷി ആയിക്കോട്ടെ, ഈ അടുത്ത് 90 വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മ പീഡിപ്പിക്കപ്പെട്ട്, അത് വളരെയധികം നമുക്ക് തോന്നുന്നുണ്ട്. പ്രായമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, മനുഷ്യനെന്ന വികാരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അഥവാ പ്രതി പിടിക്കപ്പെട്ടാൽ തന്നെ ശാശ്വതമായ നിയമമില്ലാത്തതുകൊണ്ട് തന്നെ അവര് ജയിലിലടച്ച മനുഷ്യാവകാശ കമ്മീഷൻ എന്ന പേരിലും തങ്ങളെ ഞാൻ വിമർശിക്കുകയല്ല, തങ്ങളെപ്പോലെ ഒരുപാട് വക്കീലുകളും അവരെ പുറത്തിറക്കാനുണ്ട്. മാത്രമല്ല, ജയിൽ എന്ന് പറയുന്നത് ഒരു സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഏത് കുറ്റവാളിക്കും കയറി ചെന്ന് യാതൊരുവിധ അധ്വാനവും ഇല്ലാതെ അവിടെ കിടന്ന് അവനവൻ്റെ എന്താ പറയുക അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് ആളൂർ എന്ന പ്രശസ്തനായ അഡ്വക്കേറ്റിനോടല്ല, ആ വ്യക്തിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ആ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ആ കുട്ടിക്ക് നീതി കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ ആത്മരോഷം അറിയാതെ പുറത്തു വന്നു പോകുന്നുണ്ട്. നീതി കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. അതിനൊരു ഉത്തരം ഞാൻ പറയട്ടെ. 2013 ഡിസംബർ 16 ശേഷം ഈ പ്രാകൃതമായ നിയമങ്ങൾക്കൊക്കെ 2012 വരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വന്നിട്ടാണ് റേപ്പ് ആൻഡ് മർഡർ കേസ്, ഗ്യാങ് റേപ്പ് ആൻഡ് മർഡർ കേസിൽ ഡെത്ത് പെനാൽറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ അറിയുന്നൊരു ജഡ്ജാണ് ബോംബെയിൽ വിധി പറഞ്ഞത്. ആ റേപ്പ് ചെയ്ത ആ പത്രപ്രവർത്തകയെ റേപ്പ് ചെയ്ത 4 പേർക്കും കേസ് നടത്തിയത് ഉജ്ജൽ നിഗം എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അവർക്ക് തൂക്കുമരണം വിധിച്ചു. അപ്പോൾ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പലരും പറയുന്നു അമെൻമെൻറ്റ് വന്നിട്ടില്ല, മാറ്റങ്ങൾ വന്നിട്ടില്ല. മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ആധികാരികമായി മാറേണ്ടത് എവിടെയാണ്? ഇപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളോടുള്ള അപ്രോച്ച്, ആ സോഷ്യൽ അവയർനെസ് ആണ് വേണ്ടത്. സാർ, ഈ ഇപ്പോൾ നിർഭയ കേസ് തന്നെ നോക്കൂ. ഈ ഗ്യാങ് റേപ്പിൽ ഇമ്മീഡിയറ്റ് ഡെത്ത് കൊടുക്കുക എന്നൊരു ഇത് വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാങ് റേപ്പുകൾ വീണ്ടും 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 ഇവിടെ നടക്കുമോ? ഇപ്പോൾ പിന്നെ ഇവിടെ ഇദ്ദേഹം കുറച്ചു മുമ്പ് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്ന, ഞാൻ ഇപ്പം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടതാ, വീണ്ടും അതിലേക്ക് ഒരു നീട്ടിക്കൊണ്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് 90 വയസ്സായ സ്ത്രീയെ പീഡിപ്പിച്ചതായി തെളിവില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച കേട്ട കേസിനെ കുറിച്ചല്ല അത് സഭ്യമായ ഒരു സമൂഹത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു കൃത്യമാണ് നടന്നത്. പക്ഷേ സെക്ഷുവലി അസോൾട്ടഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് സർക്കാർ ഡോക്ടർ കൊടുത്തിട്ടില്ല. മാഡം എന്നെ ഒരു കാര്യം, ഇത് 90 വയസ്സ് മാത്രമല്ല,
നോക്കൂ, 2 വയസ്സായ കുഞ്ഞ് സാർ 90 വയസ്സായത് സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ 2 വയസ്സായ കുഞ്ഞും ഇല്ലെന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കരുത്. അല്ല, allow me to explain. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ആ അമ്മ പറഞ്ഞത് അവൻ ക്രൂരമായിട്ട് എന്റെ മുകളിൽ കയറി കടന്നു. ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല, പോട്ടെ. ഒരിക്കലും നടക്കാൻ പാടില്ല. ഒരാണായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു കേസിനെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. ഇവിടെ ഒരുപാട് കേസുകൾ ഇങ്ങനെ നടന്നിട്ടില്ലേ? ഞാൻ അതാണ് പറയുന്നത്. മാഡത്തിന് ഓർമ്മ കാണും, ഏതാണ്ട് 15 കൊല്ലം മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു ജീവനക്കാരി ഉഷ എന്നാണ് അവരുടെ പേര്. അവർക്ക് ബസ്സിൽ യാത്ര എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞ പോലെ എന്റെ മനസ്സിലാണ് അമ്മ, സഹോദരി, മകൾ എന്നുള്ള ചിന്ത വരേണ്ടത്. അതാണ് ആദ്യം ഏത് പുരുഷനെയും പഠിപ്പിക്കേണ്ടത്. ഇതിനൊക്കെ പുറമെ പ്രാകൃത നിയമം എന്ന് പറഞ്ഞു. ഈ റിഫോർമേഷൻ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം വരെ ആളുകൾ സഫർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഭാഗ്യലക്ഷ്മി, ഈ അമ്മ സഹോദരി വിടൂ. ശരി, ഓലീന പറയൂ. ഈ അമ്മ സഹോദരി പരിഗണന ഉണ്ടല്ലോ, ഒന്നുകിൽ അമ്മയാക്കും അല്ലെ സഹോദരിയാക്കും. ആങ്ങളമാരും അച്ഛന്മാരും ഒക്കെയാണ്. അപ്പോഴും ആങ്ങളെ അച്ഛനാണ് മറുപുറത്ത്. ഒരു സമൂഹത്തില് ജീവവർഗഗണത്തിൽ ആണും പെണ്ണും അല്ലാണ്ടും ആണും പെണ്ണും ആയിട്ട് സമൂഹത്തിൽ ജനിച്ചു വീഴുന്നു. ആരും ആവശ്യപ്പെട്ടല്ല വരുന്നത്. പക്ഷെ ഒരു സമൂഹത്തിൽ ആരോഗ്യകരമായ മനുഷ്യബന്ധങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ച് ഇനിയും അറിയാത്തൊരു സമൂഹത്തിൽ ഈ നിലവിളി ഇങ്ങനെ ഉയരുകയേ ഉള്ളൂ. പലപ്പോഴും വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ തെളിവുകൾക്ക് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് വിലയുണ്ടെന്ന്. ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു അവിടെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സൗമ്യ മാത്രമായിരുന്നു, എന്തുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ മാറിക്കയറിയില്ല എന്ന്. ഞാനും സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഞാനൊരു ദിവസം വരുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ലേഡീസ് കമ്പാർട്ട്മെന്റ്. വേറൊരു സ്ത്രീയുണ്ട്, അവർ കള്ളു കുടിച്ചിട്ടുണ്ട്, ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ്. അപ്പം രാത്രി ഒരു 3:30 സമയമായി. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് പേടിയാണ്, ആരുമില്ല, ട്രെയിനിൽ ആരുമില്ല, ഒരു പോലീസോ ആരുമില്ല, പേടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട്, ഞാൻ തിരുവനന്തപുരത്ത്, എൻ്റെ വീട് നിലമ്പൂര് മലപ്പുറത്താണ്, തിരുവനന്തപുരത്ത് എത്തുന്നവരെ എൻ്റെ അപ്പയും അമ്മയും ഫോണിൽ മാറി മാറി സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ്, ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ ഒരു തവണ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുള്ള പല മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നത്. അപ്പോൾ അതുപോലെ നിർഭയ കേസ് ആ സമയത്ത് പറഞ്ഞു സിനിമയ്ക്ക് അവൻ്റെ കൂടെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്താ ഇതിനൊക്കെ ന്യായീകരണം ഉള്ളത്? അപ്പോൾ സ്വന്തം സഹോദരന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ആ കുട്ടി പോയിട്ട് വരുമ്പോൾ ഇതേ സംഭവം സംഭവിച്ചാൽ ഇതിന് എന്ത് ന്യായീകരണമാണ് പറയേണ്ടത്? കാഴ്ചപ്പാടുകളിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. അതിനാണ് സമൂഹം മാറേണ്ടത് എന്ന് പറയുന്നത്. മാതൃകാപരമായിട്ട് ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ, ഈ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടിരുന്നു. 1994 ഈ കേസ് നടത്തുന്ന സമയത്ത് ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ തൂക്കുമരണം കൊടുത്തിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും സമൂഹം മാറിയില്ല. ഞാൻ പറയുന്നത് എന്റെ ഉള്ളിലൊരു വികാരം. 1994 ഒരു അവസ്ഥയല്ലല്ലോ ഇന്ന്. അല്ല, ഇന്നത് മാറി. കൊടുത്തിരുന്നുവെങ്കിൽ, അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ, ശിക്ഷ തൂക്കുമരണം കൊടുത്തിരുന്നുവെങ്കിൽ ഇനി ഇവിടെ കൊലപാതകമോ റേപ്പോ ഉണ്ടാകില്ല എന്ന് താങ്കൾക്ക് പറയുന്നുണ്ടോ? നമുക്ക് ഭാഗികമായി കുറയ്ക്കാമല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഭയം ഇപ്പൊ ഡൽഹിയിലുള്ള അഡോളിനീസ് ആയിട്ടുണ്ടായിരുന്ന പയ്യൻ വെളിയിൽ വന്നിട്ടുണ്ട്. ആ ഭയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴുള്ള അതേ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും അതിൽ ഈ നിയമം നീതി നിർഭയയുടെ കേസിൽ പോലും ആ പിന്നെ വെറുതെ വിട്ട ഒരു പയ്യനുണ്ടല്ലോ, ജുവനൽ ആ കുട്ടിയെ പ്രായം മാത്രം പരിഗണിച്ചാണ് ആ കുട്ടിക്ക് 3 വർഷത്തെ ശിക്ഷ കൽപ്പിച്ചത്. പക്ഷെ ഇന്ന് 9 വയസ്സായ കുട്ടി വരെ ലൈംഗികപരമായി പലരെയും പീഡിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെയാണ് ബാലാവകാശ കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും പ്രസക്തി. എനിക്ക് കലയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്നത്തെ ജനറേഷനിലെ ചെറിയ പെൺകുട്ടികൾക്കാണ് മുഖത്ത് ഒരു ഭയം ഇത് കേൾക്കുമ്പോൾ. ഇങ്ങനെയാണെങ്കിൽ ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ മാനസികമായി നമ്മളെ ഇനി ആരും സംരക്ഷിക്കാനില്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. തീർച്ചയായും മനസ്സിലാക്കി. കാരണം എന്ന് വെച്ചാൽ ഓരോ കേസ് വരുമ്പോഴും ഒരു ആളിക്കത്തലുണ്ടാവും. ഇതിനകത്ത് പുകമറയ്ക്കുള്ളിൽ ആകുന്ന വസ്തുതകൾ പുറത്തു കൊണ്ടുവരില്ല ഒരു കേസിനും. ഇതെന്നല്ല ഏത് കേസ് എടുത്താലും. അപ്പോൾ അങ്ങനെയുള്ള വസ്തുതകൾ പുറത്ത് വന്നിട്ട് അത് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള, എനിക്കും ഒരു മകളാണ്, ഈ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും നമുക്കൊരു നീതിയോടും ന്യായത്തോടൊരു വിശ്വാസം വരുത്തും. സാർ എന്താ സാർ? അതായത് ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ നിയമം നീതി പാലിച്ചോ എന്നാണ് ഈ ഒരു ടോപ്പിക് ഇതിനകത്ത് സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ സൗമ്യ കേസിനകത്ത്
ജഡ്ജ്മെൻറ്റിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ ജഡ്ജ്മെൻറ്റിനെ അവസാനിപ്പിക്കുന്ന ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹൈക്കോടതി ഒരു നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ആ നിർദ്ദേശം എന്ന് പറയുന്നത് റെയിൽവേക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും വ്യക്തമായിട്ട് എല്ലാ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇതിനാൽ ഉത്തരവ് ചെയ്തു കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് ആ ജഡ്ജ്മെൻറ്റ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്നിട്ട് ഈ ജഡ്ജ്മെൻറ്റിൻ്റെയും ഇതിൻ്റെ ഉത്തരവിൻ്റെയും പ്രസക്ത ഭാഗവും എടുത്തിട്ട് ഇവർക്ക് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യണമെന്നും കൂടെ ഡയറക്ഷൻ രജിസ്ട്രിക്ക് കൊടുത്തിട്ടാണ് ആ ജഡ്ജ്മെൻറ്റ് അവസാനിപ്പിച്ചത്. എന്നിട്ട് ആ ജഡ്ജ്മെൻറ്റിന് എന്തെങ്കിലും ഒരു വില കൊടുത്തിരുന്നു എങ്കിൽ എക്സിക്യൂട്ടീവും അല്ലെങ്കിൽ ഈ റെയിൽവേയും കൊടുത്തിരുന്നു എങ്കിൽ ഈ കുട്ടികൾ ഇത് പറയില്ലായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ജുഡീഷ്യറി മാത്രം ഇത് ഈ അവതാരക തന്നെ ചോദിച്ചൊരു കാര്യം, നമുക്ക് നീതി കിട്ടുന്നോ ജുഡീഷ്യറി എന്ന്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം നിയമം മാറിക്കൊണ്ടിരിക്കുന്നില്ലേ എന്നും നിയമം ഇത് മതിയോ 1872 എന്നൊക്കെ പറയുന്നു, 82 എന്നൊക്കെ പറയുന്നു. നിയമം യഥാർത്ഥത്തിൽ നിർഭയ കേസിന് ശേഷം വളരെ വ്യക്തമായിട്ട് 2/3/2013 ഈ 376A എന്ന് പറയുന്ന ഒരു സെക്ഷൻ അമെൻഡ് ചെയ്യപ്പെട്ടു. അതിനകത്ത് വധശിക്ഷ തീർച്ചയായിട്ടും ഉറപ്പാക്കാൻ കഴിയുന്നൊരു കേസാണ്. കൂടാതെ ഇപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആ നിയമം വന്നു. അതെല്ലാം വളരെ ശക്തമാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം നിയമം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് എൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം, ഇത് മാറണമെന്നുണ്ടെങ്കിൽ ജുഡീഷ്യറി പൂർണ്ണമായിട്ടും മാറണമെന്നുള്ളതല്ല, എക്സിക്യൂട്ടീവ് അതിനകത്ത് ജുഡീഷ്യറി നൽകുന്ന ചില നിർദ്ദേശങ്ങളും ഈ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വളരെ പ്രസക്തമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും വളരെ ബാലിഷ്യമായ ചോദ്യമാണോ. ഒന്ന്, സാറിനെ സംബന്ധിച്ച് സാർ ഒരു അഡ്വക്കേറ്റാണ്. സുപ്രീം കോടതിയിൽ ഈ സൗമ്യ കേസിന്റെ വിധി കേട്ടപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അയ്യോ ഇതെന്താ ഇങ്ങനെ ഒരു വിധി വന്നെന്ന് അതിശയിച്ചു പോയോ? തീർച്ചയായിട്ടും. വ്യക്തിപരമായിട്ട് എനിക്ക്, കാരണം ഈ 302 ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 302 വകുപ്പിൽ പരമാവധി ശിക്ഷ കിട്ടേണ്ടുന്ന ഒരു കേസ്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എന്ന് ഇതിൻ്റെ ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഈ കൊറാബറേറ്റീവ് പീസ് ഓഫ് എവിഡൻസ് എല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നുകൊണ്ട് ഇതിനകത്ത് സൗമ്യയെ ഈ ഗോവിന്ദച്ചാമി തള്ളിയിട്ടതിന് പ്രത്യേകമായിട്ട് തെളിവില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട്. പക്ഷെ അല്ലാതെ വേറെ ഒരുപാട് ലിങ്കുകൾ വളരെ വ്യക്തമായിട്ട് ഹീസ് ഓൾ റെസ്പോൺസിബിൾ ഫോർ ജസ്റ്റ് പുഷിങ് ഡൗൺ ആൻഡ് ദെർബൈ ജസ്റ്റ് ഷീ സക്കം ടു ദി സെഞ്ചുറി എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു വധശിക്ഷ കൊടുക്കേണ്ട കേസ് ആയിരുന്നില്ലേ, എങ്ങനെ ഇത് പറ്റി എന്നൊരു ഞെട്ടൽ എനിക്ക് ഉണ്ടായി എന്നുള്ള സത്യമാണ്. കുറേ നേരമായി അമ്മ പറയൂ. അമ്മ അപ്പം ഗോവിന്ദസ്വാമി പൈസ തന്നിട്ടില്ലെങ്കിൽ സാർ ഈ കേസ് വാദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിലുള്ള കേസാണ് ഒരു വക്കീലിൻ്റെ അടുത്ത് വരിക. ഒന്ന്, ഒരുപാട് പൈസയുള്ള ആളുകൾ ഈ വക്കീലിനെ തന്നെ വെക്കണം, ഈ വക്കീലിനെ വെച്ചാൽ എനിക്ക് നീതി കിട്ടുള്ളൂ. വേറൊരു തരത്തിലുള്ള ആളുകൾ, സാറേ എന്നെ സംബന്ധിച്ചിടത്തോളം കേസ് നടത്താൻ സാധിക്കില്ല, പക്ഷെ എൻ്റെ വിലാപം കേൾക്കണം. ഈ രണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ പറയുന്നത്. അല്ലല്ലോ തീർച്ചയായും ഗോവിന്ദസ്വാമി ഇങ്ങനെ ഈ ഒരു കാര്യമായുണ്ട്. ഗോവിന്ദസ്വാമി ജനങ്ങൾ തന്നെ കല്ലെറിയും. ആ കല്ലിന്റെ ഒരു ഭാഗമെങ്കിലും സാറിനും വരുമെന്നുള്ളത് സാർ ഒന്ന് മനസ്സിലാക്കണം. ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് ചാർലി തോമസ് എന്നാണെന്ന് ഇവിടെ എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാം അല്ലേ? അതെന്താണ് സാർ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് സാർ? ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട പേര്, ചാർലി തോമസ് എന്ന് പറയുന്ന മറ്റൊരു മതം. എന്താണ് അതിന്റെ? അത് സാർ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അതിന് എന്തെങ്കിലും ഉത്തരവുണ്ടാവും? മതം മാറിയ സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഈ കേസ് എന്തുകൊണ്ട് പുതിയ പേര് വെച്ച് എടുത്തില്ല? എനിക്ക് ഇത്രയും ചോദ്യത്തിന് അതിനാണ് പ്രസക്തി. ഇവിടെ ഈ കേസ് നടത്തിയ 83-ാം സാക്ഷി എന്ന് പറഞ്ഞ ഒരു പോലീസ് ഇൻസ്പെക്ടർ തമിഴ്നാട്ടിൽ വന്നിരുന്നു. എന്തിനു വേണ്ടി? ഗോവിന്ദച്ചാമിയുടെ പൂർവ്വകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി. ഗോവിന്ദച്ചാമിക്കെതിരെ 10 കളവ് കേസുകളുണ്ട്. ആ 10 കളവ് കേസിലും ഗോവിന്ദച്ചാമി ചാൾസ് തോമസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഈ ചാൾസ് തോമസ് ആണ് കുറ്റം ചെയ്തതെങ്കിൽ ഈ 10 കളവ് കേസുകൾ എവിടെ നിന്നുണ്ടായി? അന്ന് ഒരേ ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു ആ ഇൻസ്പെക്ടറോട്. ചാൾസ് തോമസ് എന്ന് പറയുന്ന വ്യക്തി വേറെയും ഗോവിന്ദച്ചാമി പറയുന്ന വ്യക്തി വേറെയുമാണ്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളിൽ വരുന്ന ആകാശപ്പറവകളും ഗോവിന്ദച്ചാമിയും ചാൾസ് തോമസിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് സാറ് പറയുന്നതാണോ? ഇത് ഞാൻ കോടതിയിൽ വിസ്തരിച്ച കാര്യമാണ് പറയുന്നത്. ചാൾസ് തോമസ് അല്ല ഗോവിന്ദച്ചാമി. ചാൾസ് തോമസേ അല്ല ഗോവിന്ദച്ചാമി. അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ തമിഴ്നാട്ടിലെ ഓരോ കേസുകൾ. അതിൽ ചാൾസ് തോമസ് എന്ന് ഗോവിന്ദച്ചാമി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പേരെഴുതി. അതിൽ ശരിക്കും നിങ്ങൾ വായിക്കേണ്ടത് ഗോവിന്ദച്ചാമി എന്ന ചാൾസ് തോമസ്. ഒരു പക്ഷേ അന്ന് കളവ് നടന്ന സമയത്ത് ഒരു പക്ഷേ ഗോവിന്ദച്ചാമി പേര് മാറ്റി പറഞ്ഞിരിക്കാം. അതായിരിക്കാം സത്യം. ഞാൻ സൗമ്യയുടെ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ.
അമ്മ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ഗോവിന്ദച്ചാമിയുടെ കേസിന് പിന്നിൽ അല്ലെങ്കിൽ ഇദ്ദേഹം കേസ് നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തോ ഒരു ശക്തിയോ അല്ലെങ്കിൽ മറ്റാരോ ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന് അമ്മയും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. കാരണം ഒരു ഭിക്ഷക്കാരനായി വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സുപ്രീം കോടതിയിൽ പോയിട്ട് ഇത്രയും വലിയൊരു കേസ് ഏറ്റെടുത്ത് ബാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ പിന്നിൽ ശക്തിയായ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിച്ചക്കാരന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഒരാൾ വരും വാദിക്കാൻ. ജസ്റ്റിസ് ദീപക് മിശ്ര ഇപ്പം റീസെൻ്റ്ലി ഒരു വിധി പ്രഖ്യാപിച്ചു. ഈ വാഹനങ്ങൾ അമിത വേഗത്തിലൊക്കെ ഓടിച്ച് അപകടമായ റാഷ് ആൻഡ് നെഗ്ലിജൻസ്, അത് ഗ്രേവസ് കട്ട് കോസ്റ്റ് ടു റാഷ് ആൻഡ് നെഗ്ലിജൻസ് CRPC 338, 337, 338 ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ പോലും കഠിന ശിക്ഷ കൊടുക്കണമെന്ന് വാദിക്കുന്ന ഒരു ജഡ്ജിനെ നമ്മൾ മുന്നിൽ ഒരു വശത്ത് കാണുന്നു. സൗമ്യയുടെ അമ്മയ്ക്ക് നീതി കൊടുക്കാത്ത ഒരു ജസ്റ്റിസിനെ മറുവശത്ത് കാണുന്നു. ഇതിൻ്റെ വൈരുദ്ധ്യമാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. പൊതുസമൂഹത്തിലെ അപജയം എക്സിക്യൂട്ടീവ്സിലേക്കോ ജുഡീഷ്യറിയിലേക്കോ കടന്നു കയറുന്നു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാവുന്ന ഒരു സംഗതിയല്ല. എന്താണ് ഇനിയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? എന്താ വേണ്ടതെന്നുള്ളത് പൊടുന്നനെ മരുന്നൊന്നുമില്ല ഇതിന്. നമ്മൾ ഈ തൊലിപ്പുറത്തെ ചികിത്സകളല്ല. വനിതാ കമ്മീഷൻ്റെ പരാധീനതകളെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ പെൺകുട്ടികളെ രക്ഷിക്കാൻ വനിതാ കമ്പാർട്ട്മെൻറ്റ് അവിടെ രക്ഷ വേണമെന്ന് പറയുന്നു, റെയിൽവേ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. രക്ഷ അല്ല ഇവിടെ വാസ്തവത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആരോഗ്യകരമായൊരു സാമൂഹ്യ ബോധത്തിലേക്ക് കേരള സമൂഹം എത്തിയിട്ടില്ല എന്ന് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഒലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ലോങ് പ്രോസസ്സിൽ കൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. ഉടനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെയ്യേണ്ടവർ അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ പെൺകുട്ടികൾക്കും തുല്യമായ ഒരു അവകാശങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും അവരാക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഈ കുറഞ്ഞ ആൺമക്കളിലെങ്കിലും, അത് ബാല്യകാലത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള അവബോധവും നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ശിക്ഷ വളരെ ഗൗരവമായിട്ട് തന്നെ നടപ്പിലാക്കേണ്ടതായിട്ടുമുണ്ട്. എന്താണ് ഒറ്റപ്പെട്ട് നിന്ന് ആ കുട്ടി അവിടെ നടന്നത് എന്താണെന്ന് പറയാൻ ഇനി ആളില്ല, പക്ഷേ എങ്കിലും എവിഡൻസ് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ എന്ന് നിയമം പറയുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അതായത് വളരെ സാധാരണ പെൺകുട്ടികൾ, അവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, നീതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്താണ് പറയാൻ? അതായത് ഒരു വ്യക്തി മരിച്ചുപോയാൽ, ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് മരിച്ചുപോയാൽ, അയാളുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതിൽ നിന്ന് അത് വളരെ ഫോറൻസിക്കിൻ്റെ എവിഡൻസ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പം ഇവിടെ മാഡം പറഞ്ഞത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തന്നെയാണ് ആദ്യം തൊട്ട് അവിടെ നിന്നാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ യഥാർത്ഥത്തിൽ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം തുടങ്ങുന്നത്. ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ അവതാരക ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണെങ്കിലും ഇതിൽ സ്ത്രീകൾ പറയുന്ന പുരുഷന്മാർക്കെതിരെ പറയുന്ന എല്ലാ കേസുകളും 100% ശരിയാണ് എന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള കേസുകളിൽ എവിടെയൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടാകുന്ന കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. സാറിന് എന്താണ് കൺക്ലൂഡ് ഇപ്പോൾ പറയാനുള്ളത്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളായിരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, സമൂഹത്തിനോടൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം കേസുകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അഥവാ ഉണ്ടായാൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി പ്രതി ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത പോലീസിനുണ്ട്. അത് നിറവേറ്റണം. അതാണ് നിയമത്തോടുള്ള ബഹുമാനവും ഭയവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യം. അനമ മാഡം ഒരമ്മയാണ് അല്ലേ? ഇത്തരം ഒരു വിധി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇമോഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. വിഷമം ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ ആ വിഷമത്തിൽ മാത്രം അലിഞ്ഞു പോകാതെ അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും അതിന് കുറ്റത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് എന്ത് തെളിവുണ്ടെന്നുള്ളതാണ് നമ്മൾ പരമാവധി നോക്കുന്നത്. ഫുൾ പ്രൂഫായിട്ട് എവിഡൻസ് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാകണം. ആളൂർ സാർ, അവസാനമായി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് റിവിഷൻ പെറ്റീഷൻ വീണ്ടും പോയിരിക്കുകയാണ്. ഇനിയും ഗോവിന്ദച്ചാമി തന്നെ വിജയിക്കും എന്ന് സാറിന് വിശ്വാസമുണ്ടോ?
റിവ്യൂ പെറ്റീഷൻ മാത്രമല്ല 2 അപേക്ഷകളാണ് സുപ്രീം കോടതിയിൽ പരിഗണനയിലുള്ളത്. ഒന്ന് സൗമ്യയുടെ അമ്മ നൽകിയ അപേക്ഷ, പിന്നെ ഒന്ന് കേരള സർക്കാർ നൽകിയ അപേക്ഷ. ഒരു വിധി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു 99.25% ആ വിധി മാറ്റപ്പെടില്ല എന്ന് ഉള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി കേരളം മുഴുവനും അമ്മയോടൊപ്പം നിൽക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാവരും നേരത്തെ ഇവിടെ ഒരു പിന്നെ അമ്മ പറഞ്ഞു, ഗോവിന്ദച്ചാമിയെ എറിയുന്ന കല്ലുകളിൽ ചിലതെങ്കിലും ആളൂർ സാറിൻ്റെ മേലും വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീഴുന്നുണ്ട് എന്ന്. പക്ഷേ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സാറിനോടും സമൂഹത്തോടും ഈ പ്രായത്തിലുള്ള കുട്ടികളോടും എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ഇപ്പോൾ ആ അമ്മ പറഞ്ഞ പോലെ ശരിയാണ്. ഗോവിന്ദൻചാമിക്ക് വേണ്ടി ഇങ്ങനെ വാദിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് അവനെ കല്ലെറിയുമ്പോൾ അതിന് ഒരു കല്ലല്ല 1000 കല്ലുകൾ ആ വക്കീലിൻ്റെ തലയിൽ വന്ന് വീഴും. പിന്നെ എൻ്റെ മകൾക്ക് സംഭവിച്ചത് ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത്, ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത്. ഞാൻ കരഞ്ഞ പോലെ ഇനി ഒരു അമ്മയും കരയാനുള്ളൊരു ഇട വരുത്തരുത്. സൗമ്യക്ക് നീതി ലഭിച്ചോ എന്ന ചോദ്യത്തിന് ഈ ചർച്ച കൊണ്ട് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അന്തിമ വിധിക്കായി നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം.